മക്കളെ, അപ്പോൾ മിസ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ സബ്ജക്റ്റ് എക്കണോമിക്സ് പഠിക്കാനായിട്ടുള്ള ഒരു 5 കിടിലൻ ഈസി ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കുട്ടികൾക്ക് പാടുള്ള ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് തീർത്താൽ മതി പബ്ലിക് എക്സാമിലേക്ക്. ഞാൻ അധികം എക്കണോമിക്സിലേക്ക് എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, കാരണം അത് ഭയങ്കര പാടാണ്. പക്ഷെ മിസ് പറയട്ടെ, ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. കാരണം നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്, തിയറി ഉണ്ട്. പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയറി പഠിക്കാം, തിയറി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ കലർന്ന വളരെ എളുപ്പത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡെയിലി ലൈഫിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സ് ഈസി ആയിട്ട് പഠിക്കാനുള്ള 5 ടിപ്പ് ഇപ്പം മിസ് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് സ്റ്റഡി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാർ നിങ്ങൾ മെയിൻലി ചെയ്യുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് ആ സമയം മാറ്റി കളയാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇപ്പോൾ നിങ്ങൾ പഠിച്ച ചാപ്റ്റർ തന്നെ വീണ്ടും വീണ്ടും പഠിക്കുക, പാടുള്ള ചാപ്റ്റർ മാറ്റി വയ്ക്കുക. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് നേരത്തെ മുൻകൂട്ടി കണ്ട് അതിൻ്റെ ഹെഡിങ് ഒക്കെ എഴുതി അതിൻ്റെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ആ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾ 4ാമത്തെ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ, പക്ഷേ നിങ്ങൾ ആപ്പിൽ 3ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ബാച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 4ാമത്തെ ചാപ്റ്റർ ഓൾറെഡി അവിടെ പേൾ വീഡിയോയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാകും. സോ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പോൾ സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് വെറുതെ എങ്ങനെയെങ്കിലും പഠിച്ചു പോകാന്നുള്ളതല്ല, കൃത്യമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇനി 2ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഡിവൈഡ് യുവർ ചാപ്റ്റേഴ്സ്. അതായത് മിക്ക കുട്ടികളും ചെയ്യുന്നത് പഠിച്ച ചാപ്റ്റർ തന്നെ വീണ്ടും വീണ്ടും പഠിക്കുക, ഈസി ആയിട്ടുള്ള ചാപ്റ്റർ പഠിക്കുക, പാടായിട്ടുള്ളത് അവിടെ തന്നെ മാറ്റി വെക്കുക, എന്നിട്ട് എക്സാമിൻ്റെ തലേന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കുക. അപ്പം നല്ല ടെൻഷൻ ആവുക, എഴുതാൻ പറ്റാണ്ടാവുക. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പാടായിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക, എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു ഈസി ആയിട്ടുള്ള ചാപ്റ്ററും ഒരു പാടായിട്ടുള്ള ചാപ്റ്ററും എന്ത് ചെയ്യും, അത് നമ്മൾ ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. സോ ഇങ്ങനെ ചാപ്റ്റർ ഒക്കെ ഡിവൈഡ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് അത് കയറുകയും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുകയും ചെയ്യുന്നു. അപ്പോൾ 3ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ടേക്ക് മോർ ടൈം ടു സ്റ്റഡി. 1 മണിക്കൂർ നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ ആ 1 മണിക്കൂർ നിങ്ങൾ പഠിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ബുക്ക് വായിക്കുക തന്നെ വേണം. അല്ലാതെ നോട്ട് എഴുതുന്ന സമയം അല്ലെങ്കിൽ വേറെ സ്കൂളിൽ വർക്ക് വന്ന സമയം അത് നിങ്ങൾ എടുത്തിട്ട് ഞാൻ എത്ര നേരം പഠിച്ചു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് സ്റ്റഡിയിങ്. അത് നിങ്ങൾ സ്റ്റഡി ചെയ്യുകയല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക ചെയ്യുന്നത്. സോ പഠിക്കാനായിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1.5 to 2 hour എങ്കിലും ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കണം. ഈ നോട്ട് എഴുതുന്ന സമയവും ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയം പഠിക്കുകയാണെന്ന രീതിയിൽ നിങ്ങൾ കൂട്ടരുത്. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എത്ര നേരം പഠിച്ചു, ഈ നാളെ എത്ര നേരം പഠിച്ചാൽ മതി. നോട്ട് എഴുതുന്ന സമയം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പഠിക്കുന്ന സമയമായിട്ട് കൂട്ടരുത്. എപ്പോഴും പഠിക്കുന്ന സമയം ഓരോ ദിവസം കഴിയുന്നതോടെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി 4ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മേക്ക് യുവർ നോട്ട്സ് അട്രാക്റ്റീവ്. അതായത് എക്കണോമിക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡയഗ്രാംസും ഗ്രാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊന്നും കൃത്യമായിട്ട് വരച്ച് നോക്കാതെ ജസ്റ്റ് ഡയഗ്രാം കണ്ടു, ഓ ഈ ഡയഗ്രാം ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മൾ ഓൾറെഡി ഗ്രഹിച്ച് വെക്കും. ഇതൊന്ന് ജസ്റ്റ് വരച്ച് വെക്കുക, അല്ലെങ്കിൽ നല്ലൊരു പേപ്പറിൽ കൃത്യമായിട്ട് വരച്ച് നിങ്ങളുടെ ആ സ്റ്റഡി റൂമിൽ നിങ്ങൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് അവിടെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ വർഷങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എപ്പോഴും ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ഇത് എന്ത് ചെയ്യും, കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വെറുതെ ആർക്കോ വേണ്ടി നോട്ട്സ് എഴുതാതെ നിങ്ങൾക്ക് വേണ്ടി നോട്ട്സ് എഴുതാമെന്ന് തോന്നിയിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടിപ്പ്, 5th ടിപ്പ്, എല്ലാവരും നിങ്ങൾ പറയുന്ന കാര്യമാണ് ബി പോസിറ്റീവ്. ഈ 4 കാര്യങ്ങൾ മിസ് നേരത്തെ പറഞ്ഞ 4 ടിപ്പ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് പഠിച്ചു കഴിഞ്ഞത് 5 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് മറന്നു പോകുന്നുള്ള പ്രശ്നം. അപ്പോൾ നിങ്ങളത് പോസിറ്റീവായിട്ട് എടുക്കുക. അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിൽ ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കില്ല. ഫസ്റ്റ് ടൈം ഒരാളൊരു ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് അയാൾ തീരെ ക്രിക്കറ്റ് ബാറ്റിനോട് അഡ്ജസ്റ്റ് അല്ല, ബോളിനോട് അഡ്ജസ്റ്റ് അല്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ 10 days കഴിഞ്ഞ് അയാളെ നോക്കുന്ന സമയത്ത് ബാറ്റ് പിടിക്കുന്ന രീതിയും ബോൾ എറിയുന്ന രീതിയും തമ്മിൽ എൻറ്റയർലി ഡിഫറൻസ് ഉണ്ടാകും. അതേപോലെ തന്നെയാണ് നമ്മൾ പഠിത്തത്തിലും വിചാരിക്കേണ്ടത്. ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇതിങ്ങനെ സൈക്കിളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. ഇന്ന് പഠിച്ചു, ഞാൻ മറന്നുപോയി, നാളെ ഞാൻ അതോട് പഠിക്കുന്നില്ല, അങ്ങനെ വിചാരിച്ചിരിക്കരുത്. ഈ 4 ടിപ്പ് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ സ്റ്റഡീസിലും നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. സോ ഇതേപോലുള്ള കുറേ വീഡിയോസ് നമ്മൾ ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.